ഇടുക്കി പന്നിയാർകുട്ടിയിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 2 മരണമുണ്ടായിട്ടുണ്ട്. പൊന്മുടി സ്വദേശികളായ ബോസ് റീന എന്നീ ദമ്പതികളാണ് മരിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ അപകടം എപ്പോഴായിരുന്നു, എന്തായിരുന്നു സംഭവിച്ചത്? സംഗീത, ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. പൊന്മുടി സ്വദേശികളായ ബോസ് റീന എന്നീ ദമ്പതികളാണ് ജീപ്പിൽ സഞ്ചരിക്കവെയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം പെട്ടെന്ന് കൊക്കയിലേക്ക് വലിയ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പന്നിയാർകുട്ടിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പന്നിയാർകുട്ടിയിൽ കൊക്കയിലേക്കാണ് ഈ ജീപ്പ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുന്നത്. ഇതിൽ 2 പേരുടെ മരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഉണ്ടായി. ബോസ് റീന ദമ്പതികളാണ് മരിച്ചിട്ടുള്ളത്. 3 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ എബ്രഹാമിനെ ഗുരുതര പരിക്കുകളോടെ രാജാക്കാടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബോസ് റീന എന്നിവരുടെ മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാജാക്കാട് പോലീസ് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. രാത്രി 10:30 മണിയോടുകൂടിയാണ് സംഭവം. നിയന്ത്രണം നഷ്ടപ്പെട്ട് ജീപ്പ് താഴേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞത്. ഈ മരിച്ച റീന എന്നയാൾ ഒളിമ്പ്യൻ ബീനാമോളുടെ സഹോദരിയാണ് ഈ റീന എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഇവർ സഞ്ചരിച്ച ജീപ്പ് ഇറക്കത്തിൽ വന്നപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ജീപ്പ് വലിയ താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2 പേരുടെ മരണമുണ്ടായത്. ഇവർ പൊന്മുടി സ്വദേശികളാണ്. ബോസ് റീന എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുന്നത്. ഡ്രൈവർ ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ രാജാക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി ആൽവിൻ, ഇടുക്കി പന്നിയാർകുട്ടിയിലാണ് അപകടത്തിൽ 2 മരണമുണ്ടായിരിക്കുന്നത്. ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.